അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വാല ആലിഹി വസഹബി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഹൃദ്യമായി പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്നേഹക്കൂടിൻ്റെ ചർച്ചാ വിഷയമായി നമ്മൾ എടുക്കാറുള്ളത്. അഥവാ കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വലുതുമായ പ്രശ്നങ്ങളെ കണ്ടെത്തി അവയ്ക്കൊക്കെ ഇസ്ലാമികമായ പരിഹാര നിർദ്ദേശങ്ങൾ നിർദ്ദേശിക്കുക. ഇസ്ലാമികവും അതോടൊപ്പം തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലും നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ പ്രൊഫസർ KP സർ. കൗൺസിലിംഗ് രംഗത്ത് തൻ്റെ അനുഭവങ്ങൾ കൂടി ഈ ഒരു സ്നേഹക്കൂടുമായി അദ്ദേഹം പങ്കുവെക്കുമ്പോൾ അത് നമുക്ക് ഏറെ ഹൃദ്യമാണ്. ഏറ്റവും കൂടുതൽ ഹൃദയസ്പർശിയായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ മറൈറ്റൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട അഥവാ അവിഹിതമായ ബന്ധങ്ങൾ. അതിലേക്ക് സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. സ്ത്രീകൾ എന്തുകൊണ്ട് എത്തിച്ചേരുന്നു, അതിൻ്റെ കാരണങ്ങൾ എന്താണ്, അതിനുള്ള പരിഹാരങ്ങളാണ് എന്താണ് എന്നുള്ളൊരു 2-3 കാരണങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മൾ നിർദ്ദേശിച്ചത്. ഇനിയും ആ ലിസ്റ്റ് ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്. അവിടെ നമുക്ക് ഇടപെടേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇതുപോലുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാതിരിക്കണം എന്നൊരു അമിതമായ താല്പര്യം, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്, അമിതമായൊരു താല്പര്യം കൂടിയാണ് ഈ ഒരു ചർച്ച നമ്മൾ തുടരുന്നതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് കിട്ടേണ്ട അപ്രീസിയേഷൻ നന്നായിട്ട് ലഭിക്കണമെന്നതാണ്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ, കുടുംബത്തിൽ നല്ലൊരു ആശയവിനിമയം ഭർത്താവും ഭാര്യയും തമ്മിലുണ്ടാവണം. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. ധാർമ്മികമായ മൂല്യങ്ങൾ. അപ്പം ഇനി ഇതുപോലുള്ള വേറെയും ചെറുതും വലുതുമായ ഒരുപാട് കാരണങ്ങൾ ഇനിയുമുണ്ട്. ആ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനുള്ളൊരു പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കുടുംബങ്ങളിൽ അതുപോലെ സ്നേഹക്കൂട് കേൾക്കുന്ന ആളുകൾക്ക് അത് ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും. ബിസ്മില്ലാ. ഇവിടെ കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്, ഒപ്പം തന്നെ പരിഹാരവും നമ്മൾ പറയുന്നുണ്ട്. കാരണം സമൂഹത്തിൽ ജീർണത ഉണ്ടാവാനുള്ള കാരണക്കാര് നമ്മളാവാൻ പാടില്ലല്ലോ. ഇവിടെ എൻ്റെ അനുഭവത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഈയിടെ വർദ്ധിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പോൺ എഡിക്ഷനാണ്. പോൺ എഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ ഇന്ന് നഗ്നമായ ചിത്രങ്ങൾ, വീഡിയോസ്, ഫോട്ടോസ്, ഇത് വ്യാപകമായിട്ട് സെക്സ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി പ്രചരിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം സെക്സ് ഇൻഡസ്ട്രി എന്താന്ന് വെച്ചാൽ ലൈംഗികമായ ഒരു വ്യവസായമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി ആളുകളെ, അവരുടെ വികാരങ്ങളെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി ഒരാൾ ഫോണിൽ ഏതെങ്കിലും ഒരു സൈറ്റ് പോയി പരതിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുക അതുമായി ബന്ധപ്പെട്ട സൈറ്റുകളായിരിക്കും. അപ്പോൾ പൂർത്തീകരിക്കപ്പെടാത്ത രതി അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമായും പുരുഷനുണ്ടായിരിക്കും. അപ്പോൾ ഇത് വലിയ പ്രശ്നങ്ങൾ പുരുഷനുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ നട്ടെല്ല് അല്ലെങ്കിൽ ആണിക്കല്ല് എന്ന് പറയുന്നത് ഹെൽത്തി സെക്സ് ആണ്. അതൊരു പ്രധാന അജണ്ടയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് സമൂഹത്തിലെ ഒരു സോഷ്യൽ ടാബു എന്നുള്ള അർത്ഥത്തിൽ സാമൂഹ്യമായി വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഒരു വിഷയമാണ് സെക്സ് എന്നുള്ളത്. കാരണം അത് പരസ്യമായിട്ട് ആരും ചർച്ച ചെയ്യാറില്ല. എന്നാൽ സ്വകാര്യ ജീവിതത്തിൽ കൃത്യമായ ധാരണ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഈ സെക്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതായത് പുരുഷൻ സെക്സിന് കാണിക്കുന്ന താല്പര്യവും അതിൻ്റെ ഇമ്പോർട്ടൻസും അവൾ മനസ്സിലാക്കാതെ പോകുന്നു. സ്വാഭാവികമായി കിടപ്പറയിൽ പുരുഷനോടൊപ്പം ഏറ്റവും ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം നടക്കാതെ പോകുമ്പോൾ പുരുഷൻ അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. കാരണം പല രൂപത്തിലുള്ള വിവരങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മറ്റ് മാർഗങ്ങളിൽ നിന്നൊക്കെ അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു വലിയ പ്രതീക്ഷയിലാണ് സ്വാഭാവികമായും അവൻ്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യപ്പെടാതിരിക്കുമ്പോൾ, പൂർത്തീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷനെ പൂർത്തീകരിക്കാൻ വേണ്ടി ചിലപ്പോൾ പുരുഷൻ എന്ത് ചെയ്യാറുണ്ട്, ഈ പോൺ എഡിക്ഷനിലേക്ക് പോകാറുണ്ട്, അല്ലാത്ത രൂപത്തിലും പോകാറുണ്ട്. അപ്പോൾ ഈ പോൺ എഡിക്ഷൻ എന്ന് പറയുമ്പോൾ
അതിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പോസ്റ്റുകളും ഉം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികൾ, സെക്സ്വൽ മെത്തേഡ്സ്, ഉം. അതുപോലെയാണ് എൻ്റെ ഭാര്യയെ ഞാൻ സെക്സ്വലായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് അവൻ തെറ്റിദ്ധരിക്കുകയാണ്. അപ്പം ഈ രൂപത്തിലുള്ള ഒരു രതിവൈകൃതത്തിലേക്ക് പുരുഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭാര്യയെ തൃപ്തിപ്പെടുത്താനോ ഭാര്യയുമായിട്ട് സെക്സ്വൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടാനോ അവന് സാധിക്കാതെ പോകും. കാരണം അതൊരു രോഗമാണല്ലോ. പോൺ എഡിക്ഷൻ എന്ന് പറയുന്ന ഒരു രോഗമായതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭാര്യയോട് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും സെക്സ്വൽ അറ്റാച്ച്മെൻറ്റും മിസ്സിങ് ആവും. ഇത് തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രധാനമായി ലഭിക്കേണ്ട ആ ഒരു സെക്സ്വൽ അറ്റാച്ച്മെൻറ്റ് ലഭിക്കാതെ പോകുമ്പോൾ അത് കിട്ടുന്ന ഒരിടത്തേക്ക് പെണ്ണ് ചായാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു മാസത്തിൽ പിന്നെ ഒരു ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ അവൾക്ക് കിട്ടേണ്ട ആ ഒരു സെക്സ്വൽ എനർജി അല്ലെങ്കിൽ സെക്സ്വൽ അറ്റാച്ച്മെന്റ് ഭർത്താവിൽ നിന്ന് തീരെ കിട്ടാതെ പോകുമ്പോൾ അത് നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അവളെ വല വീശും. ഇത് മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, വലിയ ഒരു കാരണം തന്നെയാണത്. കാരണം ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ യൂട്യൂബിൻ്റെതാവട്ടെ, ഫേസ്ബുക്കിൻ്റെതാവട്ടെ, അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയകളുടെ ഒക്കെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്, വാട്ട് വി സെർച്ച്ഡ്, അതിൻ്റെ എന്താണോ നമ്മൾ അതിൽ പരതിക്കൊണ്ടിരിക്കുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോ പിന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ പോൺ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഒരാൾ, അതൊരു സാറ് സൂചിപ്പിച്ചൊരു കാര്യം, അതൊരു അഡിക്ഷനാണെന്നാണ്, അഥവാ ഒരു രോഗമാണത്. ഇതുപോലെയുള്ള രോഗികളായ ആളുകൾ അഥവാ പോൺ അഡിക്റ്റഡ് ആയ ആളുകളെ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശരിക്കും തീർച്ചയായും ഈ പോൺ എഡിക്ഷൻ എന്നുള്ളത് അതിന് പരിഹാരം, അത് ഒരു രോഗമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ കെമിസ്ട്രി എന്താണ്, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്താണ്, ഇതൊന്നും ഇതിൽ പെടുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അവർ ഒരു പാഷൻ, ഒരു എന്താണ് അഭിനിവേശം എന്നുള്ളതിൻ്റെ പേരിൽ അതിലേക്ക് എത്തിപ്പെടുകയാണ്. പ്രത്യേകിച്ച് കൗമാരത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ലൈംഗികമായ കാര്യങ്ങളോട് വലിയ താല്പര്യം ഉണ്ടാവുന്ന ഒരു പ്രായമാണ് കൗമാരം. അപ്പോൾ അവിടെ ഒരുപാട് മിസ്ഗൈഡൻസ് തൻ്റെ സഹപാഠികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. പലപ്പോഴും പല കുട്ടികളും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂട്ടുകാരിൽ നിന്നാണ്. അങ്ങനെ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് അവർ പോവുകയാണ്. പോകുമ്പോൾ അത് സ്വകാര്യതയുള്ള കാര്യമാണ്, അതൊരിക്കലും മാതാപിതാക്കൾ അറിയുന്നില്ല. അവന്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വേസ്റ്റ് കണ്ടീഷനിലേക്ക്, പാരമ്യതയിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് താനൊരു വലിയ രോഗിയായിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയതിനു ശേഷം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനക്ക് സാധിക്കാതെയും വരും. അപ്പം ഇവിടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മതപരമായ സംഘടനകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അവബോധം ടീനേജേഴ്സിന്, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ മാത്രമേ ശരിയായ ആരോഗ്യം എന്ത്, ശരിയായ സെക്സ് എന്താണ്, അത് ഡൈഗ്രഷനിലേക്ക് പോയാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ത്, ഇതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും രണ്ടും നമ്മൾ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ അത് കിട്ടാൻ പറ്റുന്ന ഒരുപാട് സ്രോതസ്സുകൾ അപ്പുറത്തുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇതാണ് പരുതുക. അപ്പൊ അതാണ് അതിന്റെ ഒരു പരിഹാരമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. എന്തായിരുന്നാലും പീസ് റേഡിയോ സ്നേഹക്കൂട് കേൾക്കുന്ന ആളുകൾക്ക് അതിലൊരു ക്ലാരിറ്റി, ഒരു കൃത്യത വന്നിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പോൺ അഡിക്ഷൻ അതൊരു വലിയ ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ്, അഥവാ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കിട്ടുന്ന മാർഗ്ഗങ്ങൾ നോക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന്. അപ്പോൾ ഇനി ഇതുപോലെ ഇപ്പോൾ ഒന്ന് നമ്മൾ പറഞ്ഞു, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ആദ്യമായിട്ട് നമ്മൾ സൂചിപ്പിച്ചത് അവിഹിത ബന്ധങ്ങളിലേക്ക് എത്തിച്ചേരാൻ സ്ത്രീകൾക്ക് കാരണമായി തീരുന്നത് ഭർത്താവിൻ്റെ ഇതുപോലുള്ള പോൺ അഡിക്ഷനാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അടുത്തൊരു കാരണവും പരിഹാരവും എന്താണ്? രണ്ടാമത്തെ കാരണം വ്യാപകമായി കാണുന്നത് ഡ്രഗ് അഡിക്ഷൻ ആണ്. രണ്ടും അഡിക്ഷൻ ആണ്. എഡിക്ഷൻസിലാണല്ലോ ഇപ്പൊ ആളുകൾ ജീവിക്കുന്നത്. അതിപ്പോ മൊബൈൽ അഡിക്ഷനും തദൈവ. എഡിക്ഷൻ ഏതും അതിന്റെ ഒരു എഡിക്ഷൻ സ്റ്റാറ്റസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ചെറുപ്പം തൊട്ട് ഇന്ന്
വർദ്ധിക്കുകയാണ്. അതെ. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന ഹൈസ്കൂൾ പിള്ളേർ പോലും അത് ഉപയോഗിക്കുകയാണ്. സ്വകാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ഉപയോഗം തുടങ്ങുന്നു. പിന്നീട് അതിൽ നിന്ന് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ അവർക്ക് പറ്റാതെ പോവുകയാണ്. അപ്പോൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപാനിയാവാം, അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ MDM ആയിരിക്കും, അല്ലെങ്കിൽ സിഗരറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഭാര്യയായിട്ടുണ്ടാവില്ല. കാരണം അവരൊരു ഫാന്റസി വേൾഡിലാണ് ജീവിക്കുന്നത്. പലപ്പോഴും ഭാര്യയുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ തന്നിൽ നിന്ന് ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു എനർജൈസറായി, അല്ലെങ്കിൽ ലൈംഗികമായ വിഷയത്തിൽ തനിക്ക് കൂടുതൽ സ്ട്രെങ്ത് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇവരിത് കൺസ്യൂം ചെയ്യും. എന്നാൽ അത് അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പം മദ്യപിച്ചുകൊണ്ട് ഭാര്യയുമായി ലൈംഗികതയിൽ ഏർപ്പെടുന്ന ഒരു ഭർത്താവിൻ്റെ താല്പര്യവും ആഗ്രഹവും ഭർത്താവിന് ഭാര്യയെ ഏറ്റവും നന്നായിട്ട് സംതൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നടക്കുക. അപ്പോൾ വികലമായിട്ടുള്ള ഇത്തരം കാഴ്ചപ്പാടുകൾ ഭാര്യ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. അത് മാത്രമല്ല, അവൾക്ക് അങ്ങേറ്റം വെറുപ്പുമായിരിക്കും. അപ്പോൾ അവളുടെ ജീവിതത്തിലുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നു. ഈ അടുത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു അധ്യാപികയാണ് ഭാര്യ, ഭർത്താവ് ബിസിനസ്സുകാരനാണ്. അപ്പം നിരന്തരമായിട്ട് അയാൾ മദ്യപിക്കുകയാണ്. ഈ മദ്യപിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബത്തിലുണ്ട്. അത് മാത്രമല്ല, ഈ ഭാര്യക്ക് അവളുടെ ഈ കാര്യങ്ങൾ സ്വന്തം ഉപ്പയോടും ഉമ്മയോടും പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് വേറെ ചില കാരണങ്ങളുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതൊരു വലിയ സഫോക്കേഷനാണ്. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അധ്യാപികയാണ്, അവൾക്ക് സ്കൂളിൽ പോകണം, കുട്ടികളെ പഠിപ്പിക്കണം. അവൾ ഇമോഷണലി ബാലൻസ്ഡ് അല്ല. അപ്പം എങ്ങനെ കുട്ടികളെ അവൾ പഠിപ്പിക്കുക? സ്വന്തം കുട്ടികളെ പരിപാലിക്കണം. അവിടെയും ഫ്രസ്ട്രേഷൻസ് ആണ്. കാരണം ഭർത്താവ് മദ്യപിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് നടത്തുന്ന കോപ്രായങ്ങൾ വീഡിയോ സഹിതമാണ് അവർ വരുന്നത്. എന്നിട്ട് ഇദ്ദേഹം പല കച്ചവടങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഭാര്യയുടെ വരുമാനമാണ്. അതും നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ടോട്ടലി ഒരു നഷ്ടബോധത്തിൽ ജീവിക്കുന്ന ഒരു ഭാര്യ. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് മദ്യപാനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ MDMന് അഡിക്റ്റഡ് ആയതുകൊണ്ട്, അയാൾ വേറൊരു രോഗത്തിന് അടിമയാണ്. അയാളുടെ ലൈംഗികമായ അഭിനിവേശം, താല്പര്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലേക്ക് അയാൾ പോകും. കാരണം MDM പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സെക്സ്വൽ എനർജി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് യുവാക്കള്. അപ്പൊ ആ ഒരു രൂപത്തിൽ അവര് പരസ്ത്രീകളുമായിട്ട് ബന്ധം ചേർക്കുമ്പോൾ ഇവിടെ സ്വന്തം ഭാര്യ അവള് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ്, പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. അവളുടെ മാനസിക, ശാരീരിക, സാമൂഹിക, കുടുംബ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു. അപ്പൊ അത് എവിടുന്ന് കിട്ടുന്നു? അത് ഓഫർ ചെയ്യുന്ന ഒരാള്, പ്രത്യേകിച്ച് ഭർത്താവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ടയാളാണ്, സുന്ദരിയായ ഭാര്യയാണ്. ആളുകൾക്കറിയാം, സ്വാഭാവികമായിട്ട് ദേ വിൽ ട്രാപ്പ്. ഈ ട്രാപ്പിംഗ് കൊണ്ട് അവര് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോകും. കാരണം ഭർത്താവിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, നേതൃത്വം കൊടുക്കാൻ പറ്റില്ല, നല്ല പാരന്റ് ആവാൻ പറ്റില്ല, സാമ്പത്തികമായ സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റില്ല, അവളുടെ മാനസിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ല. ഇതൊന്നും അവൾക്ക് കിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ തയ്യാറാവുമ്പോൾ പെണ്ണ് ദുർബലയാണ്. സ്വാഭാവികമായിട്ട് അവൾ എന്ത് ചെയ്യാം? അതിലേക്ക് പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മദ്യപാനം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജീവിതക്രമങ്ങളെ താളം തെറ്റിക്കുന്നു എന്നതിൽ സംശയമില്ല. എന്തായിരുന്നാലും ലഹരി ഉപയോഗിക്കുന്നത് പണ്ട് കാലം തൊട്ടേ നമുക്കറിയാലോ, ഇസ്ലാം അത് നിരോധിച്ച കാര്യമാണ്. അപ്പോൾ അതിലേക്ക് പൈശാചികമായ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇടപെടുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവും എന്നതിൽ സംശയമില്ല. അപ്പോൾ സ്ത്രീ ഒരു അവിഹിതത്തിലേക്ക് എത്തിച്ചേരാൻ ഭർത്താക്കന്മാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാരണമാണെന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ആ ലഹരി അത് ഏത് വസ്തുവായിരുന്നാലും അതിൽ നിന്നും ഭർത്താക്കന്മാർ മോചനം തേടുക എന്നതാണ് അതിന്റെ പരിഹാരം. അത് പരിഹാരം എന്ന് പറഞ്ഞാല് അതുണ്ടാക്കുന്ന വിപത്ത് വളരെ വലുതാണ്. അത്തരം കേസിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ തന്നെ കണ്ണീരോടുകൂടി മാത്രമേ അത്തരം കഥകൾ കേൾക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾക്കൊരു സൊല്യൂഷൻ പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ ഹസ്ബൻഡിനെ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒബേ ചെയ്തല്ലാതെ അവൾക്ക് ജീവിക്കാൻ പറ്റൂല. അവൾക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കാരണം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ മക്കളെ എങ്ങനെ പരിപാലിക്കാൻ പറ്റും? അവള് സോൾലി ഡിപ്പെൻഡന്റ് ആവും. ഭർത്താവിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവൾ ജീവിക്കുന്നത്.
അപ്പൊ ഒരു വലിയ സാമൂഹ്യ വിപത്താണ്. അതുകൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. ഡ്രഗ് അഡിക്ഷന് ഇത്തരത്തിലുള്ള ഡി അഡിക്ഷൻ സെന്ററിൽ ഈ ഭർത്താവിനെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. ചികിത്സിക്കണമെങ്കിൽ ഭർത്താവ് തയ്യാറാവണം. തയ്യാറായിട്ടില്ല എങ്കിൽ ഫലപൂർവ്വം കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ഫാമിലി സപ്പോർട്ട് വേണം. ഇതൊക്കെ ഇന്ന് സമൂഹം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. അത് മാത്രമല്ല, അഭിമാനബോധം പലർക്കും ഉണ്ട്. ഈ അഭിമാനബോധം ഉള്ളത് കൊണ്ട് ഒരാളും അറിയാതെ അത്തരം സുരക്ഷിതമായ കേന്ദ്രത്തിൽ ഇവരെ എത്തിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല. കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള കേസ് നമ്മുടെ അടുത്തെത്തുന്നു. കാരണം സ്വകാര്യ നൊമ്പരങ്ങളുമായിട്ടാണല്ലോ ഓരോരുത്തരും വരിക. അവർ സോഷ്യലി വലിയ സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കും, പക്ഷെ അവരുടെ സ്വകാര്യ ജീവിതം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സ്പ്ലോർഡ്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കാനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ നമ്മൾ കളക്ട് ചെയ്യാൻ, അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യമാണ്, ഒരു കുടുംബത്തെ രക്ഷിക്കാൻ. പക്ഷെ എന്നാൽ ഈ മദ്യപാനം, ഇപ്പോൾ ഈ അഡിക്ഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ ചേർത്തി നിങ്ങൾക്ക് അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കാൻ. മദ്യപാനിയായ ഒരാൾ അയാളെ ആ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അയാൾ രക്ഷപ്പെടുന്നു, കുടുംബം രക്ഷപ്പെടുന്നു, സമൂഹത്തിൽ നടക്കുന്ന പല അരാജകത്വങ്ങൾക്കും അതൊരു പരിഹാരമല്ലേ? തീർച്ചയായും. നമ്മളത് ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ അപാകതയാണ്. അതായത് നമ്മൾ ശരിക്കിപ്പോ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ ഈ രണ്ട് പ്രദേശത്തുണ്ടായ ദുരന്തം, ആ ദുരന്തത്തിന് റീഹാബിലിറ്റേഷൻ വർക്കുകൾ സർക്കാർ തലത്തിലും സ്വകാര്യ സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ പ്രദേശം സന്ദർശിച്ച ഒരു വ്യക്തി എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും, ശരിക്കും പരിഹാരത്തിലേക്ക് എത്തുന്നില്ല. പരിഹാരം ഒരു വിഷയത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിൽ വിക്ടിമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഇരയായിട്ടുള്ള ആളുകളുടെ നൊമ്പരങ്ങൾ, സ്വകാര്യ ദുഃഖങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ അവര് ക്യാമ്പിൽ പോയിട്ട് നമ്മൾ അവരെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാത്ത കാലത്തോളം കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് എന്ത് കാര്യ? പൈസ അല്ല വേണ്ടത്. അപ്പൊ അത്തരം ഒരു ട്രോമയിൽ, ഒരു ട്രാജഡിയാണ് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. ഇത്തരം ട്രാജഡിയിൽ പെടുമ്പോ ആ ട്രാജഡിയിൽ നിന്ന്, ഷോക്കിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആദ്യം സ്വീകരിക്കേണ്ട ചില നടപടികളുണ്ട്. അത് ഉടനടി സ്വീകരിക്കേണ്ടതാണ്, അത് കുറെ ആഴ്ച കഴിഞ്ഞിട്ടല്ല. കാരണം ഒരു ഷോക്ക് വന്നിട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഷോക്കിൽ നിന്ന് മുക്തമായിട്ട് മാത്രമേ മറ്റ് പൊതു ജീവിതത്തിലേക്ക് അയാൾ വരുള്ളൂ. അപ്പൊ പ്രയോറിറ്റി എന്ത്, മുൻഗണനാക്രമം എന്ത്, പലപ്പോഴും ആളുകൾ മനസ്സിലാക്കില്ല. ഇപ്പോൾ പലരും പൈസ കൊണ്ടുപോയിട്ട് പല ആളുകളുടെ കൈ കൊടുക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ബണ്ടിൽ ചെയ്യുന്നു. അത് യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് എത്തുന്നില്ല. എത്തുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഏത് പ്രവർത്തനത്തിനും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഉണ്ടാവണം. അത് ഒരു കോർഡിനേഷൻ വേണം, അതിനൊരു ടീം വർക്ക് വേണം. അതിൽ എല്ലാവരും, എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണം. അവിടെയും പോളറൈസേഷൻ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അവിടെ ബ്രേക്കപ്പ് ഉണ്ടാക്കാനാണ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ക്യാമ്പിൽ പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, അവിടെ ഒരു 74 വയസ്സുള്ള ഒരു ഉമ്മ, അവര് വളരെ സങ്കടത്തോടു കൂടി അവരുടെ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞൊരു സംഗതി, എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ബെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അടുത്ത ദിവസമാണ് ഞാൻ ചോദിച്ചു വാങ്ങിയത്. പക്ഷെ പലരും ആ ക്യാമ്പിൽ വന്ന കുറെ ആളുകൾ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നു, അത് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. അതായത് ഒരു ദുരന്തത്തിൽ പെട്ടിട്ട് പോലും അവിടെ ഇത്തരം ഉണ്ടല്ലോ വിശ്വാസ ലംഘനം അല്ലെ. നമ്മൾ ഒരു സമൂഹത്തിന്റെ ഒരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ, ഉൽപ്പന്നം എടുക്കുമ്പോൾ അവിടെ നമുക്കൊരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അതുപോലും നമ്മുടെ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി ചർച്ചയ്ക്കിടയിൽ കയറി വന്നൊരു വിഷയമാണ്, നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഡ്രഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് കുടുംബത്തിൽ വല്ലാത്തൊരു പ്രശ്നങ്ങളും ദുരന്തങ്ങളും ട്രാജഡി ഉണ്ടാക്കുന്നു. അത് ഇത്തരത്തിൽ അകപ്പെട്ട ആളുകളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുവരേണ്ടത് സമൂഹത്തിൻ്റെ ബാധ്യത കൂടിയാണ് എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ കുടുംബങ്ങളിൽ ഒരു ക്യാൻസറായി തീരുന്ന, മാരകമായ വിഷമായി തീരുന്ന
ഡ്രഗുകൾ, അത് ലഹരി ഏത് കാര്യങ്ങളാണെങ്കിലും, മദ്യമാവാം, MDMA ആവാം, കഞ്ചാവാം, ഏതാവട്ടെ, അതൊക്കെ സമൂഹത്തിൽ വലിയ ദുരന്തങ്ങൾ, കുടുംബത്തിൽ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ പറയുക അവിഹിതങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് ലഹരിക്ക് അടിമപ്പെടുന്നത് കൊണ്ടാണ്, ഡ്രഗ് അഡിക്ഷനാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് തോന്നിയത് നമ്മൾ വിവാഹം എന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയാണല്ലോ. അതെ, അതായത് ദി വൈഫ് റെസ്പെക്ട് ദി ഹസ്ബൻഡ്, അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഭർത്താവിനെ ആദരിക്കണം, ഭാര്യയെ ആദരിക്കണം. അവരെ മാത്രം ആദരിച്ചാൽ പോലെ അവരുടെ കുടുംബത്തെ ആദരിക്കണം. കാരണം ഒരു സോഷ്യൽ റിലേഷൻഷിപ്പാണ്, ഒറ്റപ്പെട്ടുള്ള ജീവിതമല്ലല്ലോ. രണ്ട് കുടുംബങ്ങളുമായിട്ടാണ് സമരസപ്പെട്ട് ജീവിക്കേണ്ടത്. ഇവിടെ ഹസ്ബൻഡ് മനസ്സിലാക്കേണ്ട കാര്യം ഭാര്യയുടെ കുടുംബത്തെ, അത് ഉപ്പ ഉമ്മ കുടുംബം, അവരെ കൂടി റെസ്പെക്ട് ചെയ്യപ്പെടുക എന്നുള്ളത് ഭാര്യന്റെ ആഗ്രഹമാണ്. അവൾ അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹം അറിയിക്കുമ്പോൾ അത് പരിഗണിക്കപ്പെടണം. അതുപോലെ തന്നെ അവളുടെ ഉപ്പയെ ഇകഴ്ത്തുന്ന, ഇൻസൾട്ട് ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്ന, മോശപ്പെടുത്തുന്ന സംസാരങ്ങൾ, അവളുടെ വീട്ടിൽ പോവാതിരിക്കൽ, അവിടെ താമസിക്കാതിരിക്കൽ, അവിടുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കൽ, ഇതൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്. അവര് പറയാം ഞാൻ ഭാര്യയുടെ വീട്ടിൽ താമസിക്കൂല. ഇത് അവളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ അവളുടെ ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ ഉണ്ടാവും. ആ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ അവളുടെ സിസ്റ്റേഴ്സ് എല്ലാവരും വരുന്ന ദിവസം ഭർത്താവിനോട് കൺസെന്റ് ചോദിക്കാണ്, അനുവാദം കൊടുക്കൂല. അമ്മായിമ്മനോട് കൺസെന്റ് ചോദിക്കാണ്, അനുവാദം കൊടുക്കൂല. അമ്മായിമ്മയും അമ്മോശൻ കാക്കയും കുടുംബം ഒന്നിച്ച് അവൾക്കെതിരിൽ നിൽക്കുന്നു. അതുപോലെ അവളുടെ മക്കളോട് അനീതിപൂർവം പെരുമാറുക. ഇത്തരത്തിലുള്ള ഫ്രസ്ട്രേഷൻസ് പെണ്ണിനുണ്ടാവാണ്. ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അംഗീകാരമോ അല്ലെങ്കിൽ സപ്പോർട്ടോ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ അപ്രീസിയേഷനോ കിട്ടാതെ വരിക, സ്വന്തം വീട്ടുകാരെ പരിഗണിക്കാതിരിക്കുക, ഇതെല്ലാം കൂടി ആവുമ്പോൾ അവള് ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇയാളുടെ കൂടെ ഞാനൊരു സർവന്റായി, ഒരു സ്ലേവായി ജീവിക്കുന്നത്? എന്നെ പരിഗണിക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും എന്നെ തലോടാനും അല്ലേ ഒരാൾ അപ്പുറത്തുണ്ട്, എന്നെ വിളിക്കുന്നുണ്ട്, നീ ഇറങ്ങി പോരെ എന്ന് പറയണ്ടേ. എനിക്ക് 2 കുട്ടികളുണ്ടെങ്കിലും ഐ ആം റെഡി ടു എന്ന് പറയുമ്പോ അതിൽ അവള് വീണു പോവാണ്. അപ്പൊ ആ കുട്ടികളൊന്നും അവൾക്ക് പ്രശ്നമല്ല. കാരണം അവളുടെ ജീവിതം ഈ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ഇടയില് അവള് ഹോമിക്കുകയാണ്, നഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു മീനിങ്ലെസ്നെസ്, അർത്ഥശൂന്യത ഉണ്ടാവുകയാണ്. ഈ അർത്ഥശൂന്യത ഉണ്ടാകും, പിശാച് ഇടപെടും, സ്വാഭാവികമായിട്ടും അയാൾ വിളിക്കുന്നിടത്തേക്ക് പോകും. അതിലുപരി ഈ വ്യക്തി സെക്സ്വലായിട്ട് ഇവളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം ആ ഒരു അറ്റാച്ച്മെന്റിൽ ആദ്യം ഉപയോഗിക്കുന്ന ട്രാപ്പ് എന്ന് പറയുന്നത് സെക്സ്വൽ മിസ്യൂസ് ആണ്. അതുകൂടി എത്തിപ്പെട്ടാൽ പിന്നെ സ്വന്തം ഭർത്താവിൽ നിന്ന് അത് കിട്ടാതെ വരികയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് നന്നായി കിട്ടുകയും ചെയ്യുമ്പോൾ മക്കളൊന്നും അവൾക്കൊരു ബാരിയർ ആവില്ല. അപ്പൊ അവൾ അങ്ങ് ഉപേക്ഷിച്ചു പോകും. പിന്നീട് കുറെ മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുന്ന് തിരസ്കരിക്കപ്പെടുമ്പോ അവള് ചിന്തിക്കുക. അതുവരെ ചിന്ത വരില്ല. കാരണം വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ടായിരിക്കും ഇത്തരം ജീവിതം ഹോമിക്കുന്നത്. പലപ്പോഴും വികാരത്തിന് അടിമപ്പെട്ടിട്ടാണ് സ്ത്രീകൾ പെട്ടെന്നൊരു ഇറങ്ങി ഓടുന്നത്. സമൂഹത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും വായിച്ചുകൊണ്ടിരിക്കുന്നതും 2 മക്കളുടെ അമ്മയായ യുവതി ഒളിച്ചോടിപ്പോയി, ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ആലോചിക്കുക, എന്താ ഇത്രയൊക്കെ കുട്ടികളായിട്ട് പോലും ഇവർ പോയത്? അതിനുള്ള കാരണവും പരിഹാരവുമാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടത്. വേറൊരു വിഷയമുണ്ട്. ഈ പെൺകുട്ടി വീട്ടിൽ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊന്നും കല്യാണം കഴിച്ച വീട്ടിലുള്ള ആളുകള്, അതായത് അവളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇജ്ജ് അവിടെ നിന്ന് ജീവിച്ചു പോകേണ്ട ആളാണ്, ഇനി ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ കൽപ്പിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതം നിന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. ഭർത്താവിന്റെ വീട്ടിൽ മാനസികമായും ശാരീരികമായും പല പീഡനങ്ങളും, അടിക്കുന്ന പോലും ഭർത്താക്കന്മാരുണ്ട്. ഇതൊക്കെ സഹിച്ച് അവള് ജീവിക്കുമ്പോ അവൾക്ക് അവളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാതെ വരുന്നു, അവളാരും കേൾക്കാതെ വരുന്നു അല്ലെ. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പാടില്ല, അതിനുള്ള സൗകര്യമില്ല, അവളെ ആരും കേൾക്കുന്നില്ല, അവള് മാനസികമായി ഒറ്റപ്പെടുകയാണ്. ഈ ഒറ്റപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു കക്ഷി വന്നിട്ട് സ്വാധീനിക്കുന്നത്. അപ്പൊ രണ്ടും കൽപ്പിച്ച് അവൾ വീട് വിട്ട് ഇറങ്ങുകയാണ്. കാരണം അവൾ ആലോചിക്കുന്നത് എന്റെ ജീവിതമാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തുന്നത്, ആ ഒരിക്കലും തിരിച്ചു കിട്ടൂലല്ലോ. അതുകൊണ്ട് അവൾ ഇനി വല്ല ജോലിയിലും പോകുന്ന ഒരാളാണെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ചിട്ടാണ് പ്രണയം ജനിച്ചതെങ്കിൽ അവൾ സ്വയം വിശ്വസിക്കുകയാണ്, എനിക്ക് ജോലി എടുത്തിട്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ശമ്പളം ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ആ രൂപത്തിൽ കൂടി ചിന്തിക്കും. കാരണം ഭർത്താവിൽ നിന്ന് അംഗീകാരം കിട്ടുന്നില്ല. അപ്പോൾ ഈ അംഗീകാരം കിട്ടാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്.
അപ്പോൾ സ്വാഭാവികമായിട്ടും നീ മക്കളെ മൂപ്പര് നോക്കിക്കോട്ടെ, ഇത്ര കാലം ഞാൻ നോക്കിയില്ലേ. അപ്പൊ ആ രൂപത്തിൽ പ്രത്യേകിച്ച് ധാർമ്മികമായ ഒരു ചിട്ടയൊന്നും ഇല്ലാത്ത ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. കാരണം അതൊന്നും പരിഗണിക്കേണ്ടതല്ല എന്നുള്ള പാഠങ്ങളാണ് ഈ അടുത്തായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. ലിവിങ് ടുഗദർ കൾച്ചറിലേക്കാണല്ലോ യാത്ര. അപ്പോൾ എന്തിന് കമ്മിറ്റ്മെന്റ്? ആ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യമില്ല. ഇതാണ് പുതിയ തലമുറയെ ഇന്ന് ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. അപ്പോൾ പല പല കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ്. അഥവാ ലിവിങ് ടുഗെദർ എന്നതാണ് ഒരു ക്യാമ്പയിനായിട്ട് പലപ്പോഴും ക്യാമ്പസുകളിൽ ഒക്കെ നടത്തുന്നത്. അതിന് പ്രചോദനം നൽകുന്ന മീഡിയകളുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ അർഹത കിട്ടേണ്ടത് അഥവാ അംഗീകാരം കിട്ടേണ്ടവർ അർഹമായി അവർക്ക് ലഭിക്കേണ്ടവരിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ അത് ഒരു പക്ഷേ ഭർത്താവ് സ്വന്തം വീട്ടുകാരെ ഇകഴ്ത്തുന്നതും അവരെ അടച്ചാക്ഷേപിക്കുന്നതുമാവാം. അതല്ലെങ്കിൽ സ്വന്തം വീട്ടുകാർ ഇനി നീ ഇങ്ങോട്ട് വരേണ്ടതില്ല, നീ നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവിടെയാണ് ജീവിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടുള്ള സ്വന്തം രക്ഷിതാക്കൾ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടുകൊണ്ട് സ്വന്തം ജീവിതം ഇനി എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ പാടെ ഇനി എനിക്ക് ഇത് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതം എന്ന് സ്വയം തീരുമാനിച്ച് അതിനേക്കാൾ വലിയ അപകടങ്ങളിലേക്ക് ചാടുന്ന ഒരവസ്ഥ അതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു പരിഗണന അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും സ്വന്തം വീട്ടുകാർക്ക് കിട്ടേണ്ട പരിഗണന അത് കിട്ടാതെ വരുമ്പോൾ ഇപ്പോൾ 2-3 കാരണങ്ങൾ അതിൻ്റെ പരിഹാരങ്ങളാണ്. പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇനിയും ഇല്ലേ ഇതിൻ്റെ കാരണങ്ങൾ നീളുന്നില്ലേ? തീർച്ചയായും അവിടെ ഈ സാമ്പത്തിക രംഗമുണ്ടല്ലോ, അതിന്ന് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാരണമാണ്. അതായത് ഭർത്താവിന് ജോലിയില്ല, ജോലി ഉണ്ടെങ്കിൽ തന്നെ വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയില്ല, പുതിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല, അദ്ദേഹം ജോലിക്ക് പോകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഭർത്താവ് കല്യാണം കഴിച്ചുകൊണ്ട് ഈ പെണ്ണിന്റെ വീട്ടില് സ്വാഭാവികമായിട്ട് അവളുടെ ഗോൾഡ് ഉണ്ടായിരിക്കും. ഈ ഗോൾഡ് മുഴുവൻ ഇയാൾ കൊണ്ടുപോയി പണയപ്പെടുത്തുന്നു അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നു. അങ്ങനെ വാങ്ങിയിട്ട് അവൾ കൊണ്ടുവന്ന സ്വർണം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന പുരുഷന്മാരുണ്ട്. അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, അതായത് എൻ്റെ ഉപജീവനം, എൻ്റെ വസ്ത്രം, എൻ്റെ പാർപ്പിടം, എൻ്റെ മക്കളുടെ പരിപാലനം, ഇതൊക്കെ നിർവഹിക്കേണ്ടത് ഭർത്താവാണല്ലോ. ഇതൊന്നും അയാൾ നിർവഹിക്കുന്നില്ല. എന്നാൽ ഇവക്ക് ജോലിയുണ്ട്, ആ ജോലി കിട്ടിയിട്ട് അവളുടെ സാലറി കൊണ്ടാണ് ഇയാൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരാളുടെ അണ്ടറിൽ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഇതിനേക്കാൾ നല്ലത് എനിക്ക് ജോലിയുണ്ട്, ശമ്പളമുണ്ട്, ഞാൻ വേറൊരാളുടെ കൂടെ ജീവിച്ചോട്ടെ. അതായത് ഫൈനാൻഷ്യൽ മേഖലയിൽ സാമ്പത്തിക രംഗത്തുള്ള എക്സ്പ്ലോയിറ്റേഷൻ, എന്നാൽ മാനസികമായ പിന്തുണ നഷ്ടപ്പെടുന്നു, വൈകാരികമായിട്ടുള്ള ഒരടുപ്പം ഇല്ലാതിരിക്കുക, ഇതെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ പെണ്ണ് ചിന്തിച്ചു പോവാണ്, എനിക്ക് ഒന്നിനും ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഭർത്താവിന് എന്തിനാണ് എനിക്ക്? കാരണം എനിക്ക് സാമ്പത്തികമായിട്ട് സുസ്ഥിരത ഉണ്ട്, ഞാനത് എൻ്റെതായ രൂപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ഇയാള് വേണ്ടതില്ലല്ലോ. അപ്പൊ ഇതുകൂടി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെയുള്ള ട്രാപ്പ് ചെയ്യുന്ന ആളുകൾ ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ പെണ്ണുങ്ങൾ പെട്ടെന്ന് വീണു പോകും. അപ്പൊ കുട്ടികളൊന്നും അവർക്ക് ഒരു ബാരിയേഴ്സ് ആവില്ല, ഒരു തടസ്സാവില്ല. അപ്പോൾ കുട്ടികളെ പോലും ഉപേക്ഷിച്ചു പോകാൻ സാമ്പത്തികമായി ഒരല്പം സ്ഥിതിയുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൽ നിന്നും കിട്ടേണ്ട അർഹമായ പരിഗണന, ശ്രദ്ധ, കെയറിങ് ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യങ്ങളായി അവിടെ ചൂഷണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതി. ഭർത്താവ് ഈ പെണ്ണിനെ ചൂഷണം ചെയ്യാണ്. ആ ചൂഷണം ചെയ്യാന്നുള്ള അവൾക്ക് അറിയാം. ഓരോ ഇപ്പൊ ചില കേസ് വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ കാരണം പറഞ്ഞിട്ടാണ് ഇപ്പൊ വാങ്ങിത്തരാം, അടുത്ത മാസം സാലറി കിട്ടി കഴിഞ്ഞാൽ എന്റെ ഗോൾഡ് ഞാൻ എടുത്തുതരാം, അല്ലെങ്കിൽ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ആവശ്യം പറഞ്ഞിട്ട് അങ്ങ് വന്നിട്ട് പിന്നെ ഒരു ഗോൾഡിന്റെ ഒരു ഓർണമെന്റ് വാങ്ങും. പിന്നെ അടുത്ത ആവശ്യം വരുമ്പോൾ വീണ്ടും സോപ്പ് ചെയ്യും. ഇങ്ങനെ അവൾ കൊണ്ടുവന്ന മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ഇയാള് ഇവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വിൽപ്പനക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് കിട്ടുന്നത് വരെ നന്നായിട്ട് സോപ്പ് ചെയ്യും, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറ്റപ്പെടുത്തലാണ്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുമ്പോൾ തീരുമാനിക്കുകയാണ് എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഇയാളുടെ അണ്ടറിൽ നിൽക്കുന്നത്. അപ്പൊ ഇതിനേക്കാളും നല്ല ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ്. രക്ഷപ്പെട്ടാൽ അതിൻ്റെ ഒരു എന്താ പറയാ, യഥാർത്ഥമായ രക്ഷപ്പെടലാവില്ല, എന്നാൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് വീണ്ടും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സാമ്പത്തികമായ ഭാര്യയെ അവർ കുറച്ചൊക്കെ സ്ഥിതി ഉള്ളതാണെങ്കിൽ അവരെ ചൂഷണം ചെയ്യുക,
അത് സ്ത്രീകൾ ഇതുപോലുള്ള അല്ലാതെ അവിഹിതങ്ങളിൽ പുരുഷന്മാര് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആണ്. ഭാര്യയെയും മക്കളെയൊക്കെ പോറ്റേണ്ട ഉത്തരവാദിത്വം അരിജാലു ഖവ്വാമൂന അല നിസാ എന്ന് ഖുർആൻ പറഞ്ഞത്, ആ കൈകാര്യ കർത്തൃത്വം അല്ലെങ്കിൽ നേതൃത്വം ഒക്കെ പുരുഷനെ ഏൽപ്പിച്ചത് ആ പിന്നെ ഒരു ഫളിൽ അവിടെ എന്തിനാ കൊടുത്തത്? അവൻ ചെലവ് നടത്തുന്നോണ്ടാണ്. അപ്പൊ ആ ചെലവ് അവളുടേതും കുട്ടികളുടേതും നോക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം പുരുഷന് തന്നെയാണ്. ഇനി അവള് കണ്ടറിഞ്ഞ എന്തെങ്കിലും തരികയാണെങ്കിൽ അവളുടെ ഔദാര്യം മാത്രമാണ്, അല്ലാതെ ഇവന്റെ അവകാശമല്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീധനം എന്നുള്ള ഒരു മാറാപ്പ് അല്ലേ, അതിപ്പോ കുറെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ പോലും ചില അമ്മായിമാര് നിരന്തരം കുട്ടികളെ പീഡിപ്പിക്കുന്നു. എന്താ വിഷയം? അവള് കൊണ്ടുവന്നിട്ടില്ല വീട്ടിൽ നിന്ന്. ഇത് അവനും ചിലപ്പോൾ ആഗ്രഹിച്ചു പോവാണ്. കാരണം അവന്റെ സാമ്പത്തികം മോശപ്പെട്ട ഒരവസ്ഥയിലാവുമ്പോൾ അവളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഓക്കെ, സാമ്പത്തികമായിട്ടുള്ളൊരു ചൂഷണം അത് ഒരിക്കലും ഭർത്താവ് ചെയ്യാൻ പാടില്ല. കാരണം ഭർത്താവിൻ്റെ പേരിലാണ് ഉത്തരവാദിത്തമുള്ളത് ഒരു കുടുംബത്തിനെ നന്നായി ലീഡ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്, മക്കളെ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാരണം സ്വാഭാവികമായിട്ടും അവിഹിതങ്ങളിലേക്ക് എത്തിച്ചേരാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കും. ഇനിയുണ്ടോ സാർ ഇതിന്റെ കാരണങ്ങൾ? തീർച്ചയായിട്ടും ഇനിയും കാരണങ്ങളുണ്ട്. അതിലൊന്ന് എനിക്ക് തോന്നുന്നു റിവെഞ്ച്, വെഞ്ചിയൻസ്, അതായത് പ്രതികാര ബുദ്ധി. ഇപ്പോൾ എൻ്റെ കുടുംബത്തെ എന്നെ ഇൻസൾട്ട് ചെയ്തു, അപമാനിച്ചു, പലരുടെ മുമ്പിൽ വെച്ചിട്ടും വളരെ മോശമായിട്ട് സംസാരിച്ചു, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് ആ ഒരു പ്രതിക്രിയ ചെയ്യണമെന്നുള്ള ഒരു അഭിവാഞ്ച അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ പൈശാചികത എല്ലാവർക്കും ഉണ്ടല്ലോ, ആണിനുണ്ട് പെണ്ണിനുണ്ട്. അപ്പോൾ അത് റിറ്റാലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആ റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അയാളൊരു പാഠം പഠിപ്പിക്കണം. ആ പാഠം പഠിപ്പിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കും, ഷോക്കിംഗ് ആയ ഇൻസിഡൻസ് ഉണ്ടാവും, സെക്സ്വൽ അബ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നുള്ള അർത്ഥത്തിൽ ഇത്തരം ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യും. കാരണം ആൾറെഡി എന്താണ്, സെക്സ് അബ്യൂസ്ഡ് ആണ്. അപ്പോൾ എന്നെ ഒരാൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭർത്താവിന് അറിയില്ല. അപ്പോൾ അതിന് പറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവളുടെ വൈകാരികമായിട്ടുള്ള ഈ ഫ്രസ്ട്രേഷൻ മറക്കാൻ വേണ്ടിയിട്ട് ഫോർ ദി ടൈം ബീങ് അവൾ എന്ത് ചെയ്തു, ഒരാൾക്ക് വാങ്ങിക്കൊടുത്തു. പിന്നെ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ. കാരണം ഭർത്താവിൽ നിന്നും വേണ്ടത്ര ഒരു അംഗീകാരം കിട്ടാതിരിക്കുമ്പോൾ ആൾറെഡി സഫർ ചെയ്ത ഒന്നിന്റെ പിന്നാലെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രതികാര ബുദ്ധി അല്ലേ, അങ്ങനെ തന്നെ നമുക്ക് അതിനെ പറയാം. പ്രതികാര ബുദ്ധി അഥവാ ജീവിതത്തിൽ സംഭവിച്ച ഏതെങ്കിലും ഒരു പാകപ്പിഴവിന്റെ പേരിൽ അത് മനസ്സിൽ കടന്ന് അലട്ടുമ്പോൾ അതിൽ നിന്നൊരു മോചനം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കും. സ്ത്രീ മാത്രമല്ല, പുരുഷനും ആഗ്രഹിക്കും. അപ്പം അവിടെ ഏതെങ്കിലും ഒരു കാരണം ഭർത്താവിൻ്റെ അടുത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവിടെ പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അത് പ്രതികാര ഭർത്താവിനോടും അത്തരത്തിലുള്ള പ്രതികാര ബുദ്ധി ഉണ്ടാവും. അപ്പൊ ഭർത്താവും കുടുംബവും പിന്നെ തന്റെ കുടുംബത്തെ ഇൻസൾട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്നതൊക്കെ സാർവത്രികമാണല്ലോ ഇപ്പോ. അപ്പൊ കേസ് കൊടുത്തു, ഇൻസൾട്ട് ചെയ്തു, സമൂഹത്തിൽ വലിയ അപമാനം വേറേണ്ടി വന്നു. അപ്പൊ ഇയാളൊരു പാഠം പഠിപ്പിക്കണം എന്ന് പിന്നെ അവളങ്ങോട്ട് തീരുമാനിക്കുക. ചിലപ്പോ കല്യാണം കഴിഞ്ഞ സമയത്ത് അവൾക്ക് സ്വന്തം ജോലിയൊന്നുമില്ല, സ്വന്തമായിട്ടുള്ള സാമ്പത്തിക സുസ്ഥിതിയില്ല. പിന്നീട് കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അവൾക്ക് സാമ്പത്തികമായിട്ട് ഒരു വെൽ ടു ഡു അവസ്ഥയിലെത്തി. അപ്പൊ ഈ പ്രതികാര ചിന്ത അവളുടെ മനസ്സിൽ ഇങ്ങനെ അവൾ താലോലിക്കുകയാണ്. ശൈത്താനിയത്ത് ഉണ്ടാവുമല്ലോ, പിന്നെ അതിന് തീ കൊടുക്കുകയാണ്. അവസരം വരുമ്പോൾ അത് പ്രകടമാവുകയും ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രതികാര ബുദ്ധി സ്ത്രീകൾക്കുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഭർത്താവിനോട് അത് പ്രകടിപ്പിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അവിഹിതങ്ങളിലേക്ക് അവരെത്തിച്ചേരാനുള്ള കാരണമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നാണല്ലോ ഇതൊക്കെ പറയുന്നത്. ഇനി ഇതുപോലെ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ ചർച്ച ചെയ്യേണ്ട കാരണങ്ങളുണ്ടെങ്കിൽ കാരണമുണ്ട്. അതായത് ഒരു ഭർത്താവിൽ നിന്ന് ഒരു ഭാര്യ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പ്രശ്ന പരിഹാരകനാവുക അല്ലേ. ഒരു ക്രൈസിസ് കുടുംബത്തിലുണ്ട്, മക്കളുടെ വിഷയത്തിലുണ്ട്, സ്കൂളിൽ പറഞ്ഞേക്കുന്ന കുട്ടിക്കുണ്ട്, പല രംഗത്തും ഇടപെടേണ്ട ഉത്തരവാദിത്വം ഉപ്പാക്കുണ്ടല്ലോ. അപ്പൊ ആ പാരന്റ് ആ റോള് ഭർത്താവ് നിർവഹിക്കാതിരിക്കുക, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ കൂടെ നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക, എല്ലാവർക്കും വഴങ്ങുന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരവസ്ഥ ഭർത്താവിനുണ്ടാവുക. സാധാരണ സ്ത്രീകൾ പറയാൻ ഒരു തീരുമാനം എടുക്കൂല, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ആർജവല്ല. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ വീട്ടിൽ പോട്ടെ ചോദിച്ചാൽ ഉമ്മനോട് ചോദിച്ചോ അല്ലെങ്കിൽ ഉപ്പനോട് ചോദിച്ചോ, സ്വന്തമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നിലപാടില്ല. ഈ നിലപാടില്ലായ്മ എന്നുള്ളത് സ്ത്രീകൾക്ക് വലിയ പ്രശ്നമാണ്.
അല്ലെ, അസർട്ടീവ്നെസ് പ്രകടിപ്പിക്കേണ്ട പല ഘട്ടങ്ങളിലും നോ പറയേണ്ടടുത്ത് നോ പറയേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് പോണ്ട എന്ന് പറയുന്നത് ഓൾ ഇഷ്ടപ്പെടുന്നുണ്ട് സത്യത്തിൽ, കാരണം ആണത്തണ്ട് എന്ന് അതിന് പറയാം. എന്നാൽ അതില്ലാതെ ഒരു ബൈനഹുമ അവസ്ഥയിൽ ഇവർ പ്രതികരിക്കുമ്പോൾ പെണ്ണിന് തോന്നുകയാണ്, എന്താ തോന്നുന്നത്, ഇയാളെ കൂടെ എന്തിനാ ജീവിക്കുന്നത്. അപ്പോൾ വളരെ എനർജറ്റിക് ആയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരാള് ഇവളുടെ ജീവിതത്തിലേക്ക് വന്ന് വല വീശുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ട്രാപ്പിൽ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകേണ്ടത്, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് അത് നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത് ഭർത്താവാണ്. ഭർത്താവ് അതിന് കാപ്പബിൾ അല്ല എങ്കിൽ, അതായത് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. അവിടെ കൂടെ നിൽക്കുക എന്നുള്ളത്, അവളുടെ അഭിപ്രായം കേൾക്കുക എന്നുള്ളതും, തീരുമാനം എടുക്കേണ്ടടുത്ത് ഡിസിഷൻ മേക്കർ ആരായിരിക്കണം, ഭർത്താവായിരിക്കണം. അത് പൊതുവെ സ്ത്രീ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വളരെ അപൂർവം സ്ത്രീകൾ മാത്രമേ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ പറയാറുണ്ട്, ആ വീട്ടില് പൂവൻകോഴിയാണ് എന്ത് ചെയ്യുന്ന നേതൃത്വം എന്ന് പറയാറുണ്ട്. പെടക്കോഴിയാണെന്ന്. ഇവിടെ ആ ഒരു ഡോമിനേഷൻ എന്നുള്ളത് സ്ത്രീകൾ തന്നെ ഇഷ്ടപ്പെടില്ല. എന്നാൽ ചില വീട്ടിൽ അതുണ്ടായിരിക്കും. അപ്പൊ തീരുമാനം എടുക്കാതിരിക്കുമ്പോ അവിടെ ഒരു അൺസർട്ടനിറ്റി അല്ല ഉണ്ടാവുക, അനിശ്ചിതത്വം ഉണ്ടാവുക. ഇപ്പൊ കുട്ടിയുടെ കല്യാണക്കാരിയായി, കല്യാണം കഴിച്ചു വിടണം. പാപ്പനോട് ചോദിക്കുമ്പോ എനിക്കിപ്പോ ഒന്നും അറിയില്ല, ഇപ്പൊ എന്താ അല്ലേ, അല്ലെങ്കിൽ വല്യമ്മനോട് ചോദിച്ചോ, വല്യപ്പനോട് ചോദിച്ചോ, മറ്റവരോട് ചോദിച്ചോ, നിങ്ങളെ മോളല്ലേ അല്ലേ, നമ്മുടെ മോളല്ലേ, അപ്പൊ തീരുമാനം നിങ്ങളല്ലേ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ആ വിവാഹ അന്വേഷണത്തിന് ഇനീഷ്യേഷൻ എടുക്കുക, അതില്ല. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു താല്പര്യം കാണിക്കുക, ഇതൊന്നും കാണിക്കാതിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസത്തിന് ചെലവുകൾ ഉണ്ടാവും, അതിൽ അന്വേഷണം നടത്തേണ്ടി വരും. ഇതിലൊക്കെ ഇയാള് മുന്നിട്ടിറങ്ങാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെണ്ണെന്ത് ചെയ്യുന്നു, അതിന് ഇറങ്ങേണ്ടി വരും. ഇറങ്ങിക്കഴിഞ്ഞാലും കുറ്റം, അത് ചില കുടുംബങ്ങളിലുണ്ട്. ഇയാളൊന്നിനും ഇറങ്ങൂല, ഇനി ഭാര്യ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സംശയരോഗം വരിക. ഈ സംശയരോഗം കേട്ട് കേട്ട് നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് സംശയിച്ചോളി, ആ സംശയിച്ചത് ഒറിജിനൽ ഉള്ളതാണ്. ഈ രൂപത്തിൽ പ്രതികാരം എടുക്കുന്ന സ്ത്രീകളുണ്ട്. ഇതൊക്കെ ഒരുപാട് തലങ്ങളിലാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പുരുഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പുരുഷൻ അതൊന്നും ശ്രദ്ധിക്കാനോ ക്ലാസ് കേൾക്കാനോ കോഴ്സ് ചെയ്യാനോ താല്പര്യമില്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സ്വാഭാവികമായും സംഭവിക്കും. ഇതിന്റെ അൾട്ടിമേറ്റ് പരിഹാരം എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്, വിവാഹിതരാവുന്ന പുരുഷനും സ്ത്രീയും നിർബന്ധമായിട്ടും പ്രീ മാരിറ്റൽ കോഴ്സ് പൂർത്തീകരിക്കണം. എന്നിട്ട് ആ കോഴ്സിൽ കൂടി ആ വ്യക്തികൾ ആർജിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അറിവുകളുണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. അതിൽ കൂടി കിട്ടേണ്ട കാര്യങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജീവിതം എന്തായിരിക്കും, മനോഹരമായിരിക്കും. അത് മഹൽ അടിസ്ഥാനത്തിൽ നമ്മുടെ നാടുകളിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് മാത്രമായിരിക്കും ഇതിനുണ്ടാകുന്ന ഏറ്റവും വലിയ പരിഹാരം. കൂടെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് ഈ കുടുംബിനികൾക്ക് കൃത്യമായ അവബോധം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആളുകൾ ഒളിച്ചു പോകുന്നു, ചാടിപ്പോകുന്നു, ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിന് ബദൽ എന്താണ് ഇസ്ലാം ഇതിന് നിർദ്ദേശിക്കുന്ന പരിഹാരം എന്ന് കൃത്യമായിട്ട് കുടുംബ സംഗമങ്ങളിലും കുടുംബ യോഗങ്ങളിലും മഹല്ല് ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗമായിട്ടൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ സ്നേഹക്കൂട്, ഈ ഒരു എപ്പിസോഡ് സാഗൂതം വീക്ഷിച്ച നിങ്ങൾക്കേവർക്കും നല്ല ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവുമെന്നത് യാതൊരു സംശയവുമില്ല. നമ്മുടെ നാടുകളിൽ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബ തകർച്ചകൾ, അതിനുള്ള കാരണങ്ങളും പരിഹാരങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ന് പ്രധാനമായും നമ്മൾ ഫോക്കസ് ചെയ്ത് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ ക്യാൻസറായി അല്ലെങ്കിൽ തകർച്ചകൾക്ക് കാരണമായി തീരുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഒന്ന് പോൺ അഡിക്ഷനാണ്, മറ്റൊന്ന് ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളതാണ്, ഭർത്താക്കന്മാർ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്വന്തം ഭാര്യയെയും അവരുടെ കുടുംബത്തിനെയും ഇകഴ്ത്തി ഒരു പരിഗണനയും അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികമായി ഭാര്യയെ ചൂഷണം ചെയ്യുക,
അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ വല്ല ജോലിയോ അല്ലെങ്കിൽ നേട്ടമോ ഉണ്ടെങ്കിൽ അത് അവരിൽ നിന്നും ചൂഷണം ചെയ്ത് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഭാര്യമാർ മറ്റൊരു കാരണം അല്ലെങ്കിൽ മറ്റൊരു മേഖല തേടാനുള്ള സാഹചര്യം കൂടുതലാണെന്നുള്ള. അതുപോലെ തന്നെ അവസാനമായി പറഞ്ഞു വെച്ച കാര്യം, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടത് അവർ സ്ത്രീകളാഗ്രഹിക്കുന്നത് സ്വന്തം ഭർത്താവ് ഒരു തീരുമാനമെടുക്കാൻ പ്രാപ്തനാണ് എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അവിടെയൊക്കെ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഒരു ഇസ്ലാമികമായ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമാണ്. അതിലുപരി കഴിഞ്ഞ പല എപ്പിസോഡുകളിലും നമ്മൾ ഫോക്കസ് ചെയ്തതുപോലെ തന്നെ, വളരെ പ്രാധാന്യപൂർവ്വം ആഹ്വാനം ചെയ്തതുപോലെ തന്നെ, വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അവിടെ അവർ ഓരോരുത്തരും പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ വിവാഹം കഴിഞ്ഞ ആളുകൾക്ക് അതിനുശേഷം ഒരു കുടുംബജീവിതം എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം, അവിടെ വേണ്ടതെന്ത് വേണ്ടാത്തത് എന്തെന്നുള്ള നല്ല നിരന്തരമായ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നന്മയും ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല കാര്യങ്ങൾ പഠിക്കാനും അവ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സൂചിപ്പിക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വിരാമം കുറിക്കുകയാണ്. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.